would like to give a short introduction about our mission and today's program. Sri Ramachandra Mission is a non-profit education and spiritual service organization. It has been promoting heart-based learning through meditation as a means to universal peace and harmony. World peace starts with inner peace. Through heartfulness meditation, we center ourselves in our hearts to create an internal environment of peace and calm. Together, we can embark on this beautiful journey, creating inner peace and outer peace. 2024 marks the 125th birth anniversary of Babuji Maharaj. Babuji Maharaj is the founder of Sri Ramachandra Mission, now known as Heartfulness. He was the epitome of love, humility, and simplicity. Heartfulness Institute has been organizing various events celebrating the 125 years of legacy of Babuji Maharaj. The one-of-a-kind event, Global Spirituality Mahotsav, was organized at Kanha, Hyderabad, the headquarters of Heartfulness, which was presided by Daji and was well attended by various spiritual leaders. This summit also witnessed the esteemed presence of the Honorable President and Vice President of India. Heartfulness Trivandrum has also joined the celebration and has been conducting various events under the banner Vision 2024. The events include School Connects, Village Connects, Heartfulness programs, training programs, refresher courses, and the like. We have also initiated a series of lectures by eminent personalities from different walks of life. Heartfulness Trivandrum is privileged and honored to begin the lecture series with Dr. S. Unnikrishnan Nair, Director VSSE and Director IISD. May I now request the chief guest of today, Dr. S. Unnikrishnan Nair, onto the dais. I also request our zonal coordinator, Brother Anil Chandrasekharan, onto the dais. Once again, a warm welcome to one and all. We begin today's program with a prayer by Gayatri. I invite Gayatri. ചന്ദമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷ മാലക അർക്കരശ്മികൾ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ചിന്തയാൽ മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. Gayatri. I now request our zonal coordinator, Brother Anil Chandrasekharan, to welcome the gathering. എല്ലാവർക്കും നമസ്കാരം, പ്രണാമം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ആദ്യത്തെ ഹാർട്ട്ഫുൾനെസ് ടോക്സിൻ്റെ മെയിൻ സ്പീക്കർ, കീനോട്ട് സ്പീക്കറായിട്ട് ഇവിടെ എത്തിയ ഡോക്ടർ സാറിന് വളരെയധികം നമ്മുടെ നന്ദി. അദ്ദേഹത്തെ നമ്മൾ എല്ലാവരുടെയും പേരിലും ഹാർട്ട്ഫുൾനെസ് ട്രിവാൻഡ്രത്തിൻ്റെ പേരിലും നമ്മൾ സ്വാഗതം ചെയ്യണം. പ്ലീസ് വെൽക്കം സർ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവരും
വർക്ക് ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കുറേ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലെ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഹാർദവമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ബാക്കി ക്ഷണം സ്വീകരിച്ചെത്തിയ ബാക്കി എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഹാർട്ട്ഫുൾനെസ് ടോക്സ് എന്ന് പറയുന്ന സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി, സയൻസ്, റിലീജിയൻ ഇതെല്ലാം സെപ്പറേറ്റ് ആണെന്നും എല്ലാം ഇൻഡിവിജ്വലായിട്ട് ഒരു പാരലായിട്ട് പോകുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ്സ് പലരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഹ്യൂമൻ എക്സലൻസ് ആണ്. സയൻസിൻ്റെ ആയാലും സ്പിരിച്വാലിറ്റിയുടെ ആയാലും ഈവൻ റിലീജിയൻ്റെ ആയാൽ പോലും ആത്യന്തികമായ അവരുടെ ഉദ്ദേശം ഹ്യൂമൻ എക്സലൻസ് ആണ്. വൈൽ സ്പിരിച്വാലിറ്റി ഇന്നർ ബീയിങ്ങിലോട് ഉള്ളിൻ്റെ ഉള്ളിൽ പോയി മനുഷ്യൻ്റെ പല അൺടാപ്ഡ് പൊട്ടൻഷ്യൽസ് അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. സയൻസ് മനുഷ്യരുടെ ജീവിതവും യൂണിവേഴ്സിൻ്റെ പല നേച്ചറിൻ്റെ പല സീക്രട്സും കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊരു ലെവലിൽ അത് വർക്ക് ചെയ്യുന്നു. പക്ഷെ ആത്യന്തികമായും എല്ലാവരും ഉദ്ദേശിക്കുന്നത് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ്റെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം എന്താണ് അതിൻ്റെ പൊട്ടൻഷ്യൽ, ഇതൊക്കെ അറിയാനും അതിലേക്ക് വേണ്ടിയുള്ളൊരു യാത്രയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ സയൻസും സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ളൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രമേ രണ്ടിനും അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്താൻ പറ്റുമുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇൻഫാക്റ്റ് നമ്മളിപ്പം സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ ഗുരുവായ ബാബുജി ശ്രീരാമചന്ദ്ര എന്ന് പറഞ്ഞ അദ്ദേഹം 1960 യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാനിടയായി. അപ്പം അദ്ദേഹം ആ സമയത്തുണ്ടായിരുന്ന വളരെ നോബൽ ലോറിയേറ്റ്സ് വരെ ആയിട്ടുള്ള പല സീനിയർ സയൻറ്റിസ്റ്റുകളുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ആറ്റംസിൻ്റെ ഘടനയും അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിപുലമായിട്ട് പടം വരച്ച് കാണിച്ചു കൊടുത്തു അന്നത്തെ സമയത്ത് 1960കളിൽ. അപ്പോൾ സയൻറ്റിസ്റ്റുകളും അവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇദ്ദേഹം വെറും 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ആറ്റത്തിൻ്റെ ഘടനയും അതിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ ഇദ്ദേഹവും അപ്പം ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും അപ്പോൾ രണ്ടും ഭിന്നമല്ല എന്നും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ രണ്ടിൻ്റെയും ഉന്നതമായൊരവസ്ഥ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ബ്രിഡ്ജിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സീരീസിൽ വേണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചതിൽ സാറിനെ കൊണ്ട് തന്നെ സാധിച്ചതിൽ നമ്മൾ വളരെ കൃതജ്ഞരാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൊണ്ട് നമ്മൾ വിൽ ബി ബെനിഫിറ്റഡ്. അദ്ദേഹത്തിൻ്റെ കീനോട്ട് അഡ്രസ്സ് നമ്മൾ സഹൂദം ശ്രവിക്കുക. എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയിൻറ്റേഴ്സ് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. നമ്മുടെ ഹാർട്ട്ഫുൾനെസ് എന്താ ചെയ്യുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കീനോട്ട് അനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്നുകൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത പരിപാടികൾക്കാകും. താങ്ക് യു. Respected elders, sisters and brothers, a warm good evening. കോവിഡ് കാലഘട്ടത്തിൽ നിന്നുപോയ ഹാർട്ട്ഫുൾനെസ് ടോക്ക് സീരീസ് ഓരോ വ്യക്തിയുടെയും സന്തുലിതമായ മാനസിക പരിണാമത്തിലൂടെ മൂല്യാധിഷ്ഠിതമായ ഒരു മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കാമെന്നും ലോകസമാധാനം നേടിയെടുക്കാമെന്നും എല്ലാവരെയും ബോധവാന്മാരാക്കാനുള്ള ഈ ഒരു സംരംഭം നമ്മൾ വീണ്ടും തുടരുകയാണ്. HFN ഹാർട്ട്ഫുൾനെസ് ടോക്ക് സീരീസിൻ്റെ 2ാം ഘട്ടം ആദ്യത്തെ സെഷൻ ഇന്ന് തുടങ്ങുന്നു. ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. ജീവിത സംയമനം എത്ര വിലയേറിയതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കാഴ്ചപ്പാടിലൂടെ നമ്മളുമായി അദ്ദേഹം പങ്കുവെക്കുന്നു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ തിരുവനന്തപുരത്തെ ISROയുടെ സെൻറ്ററായ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. അതോടൊപ്പം ഇന്ത്യയുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ചു നിൽക്കുന്ന ISROയുടെ തന്നെ കീഴിൽ ഉള്ള തിരുവനന്തപുരത്തെ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. കേരളത്തിൽ വൈക്കത്തിനടുത്ത് കോതനല്ലൂരിൽ ജനിച്ചു വളർന്ന അദ്ദേഹം മാർ അത്തനേഷ്യസ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും തുടർന്ന് IIT മദ്രാസിൽ നിന്ന് PhDയും കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ നൽസാർ, നമ്മുടെ ഒരു ലോ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ, അവിടെ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സ്പേസ് ലോസിൽ അദ്ദേഹം മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ട്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ 1985 VSSCയിൽ ജോയിൻ ചെയ്യുന്നത്. PSLV, GSLV, Mark III എന്നീ റോക്കറ്റുകളുടെ വികസനത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടർന്ന് VSSCയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായും പ്രോഗ്രാം ഡയറക്ടറായും പല പുതിയ ടെക്നോളജി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോഴാണ് ഇന്ത്യയുടെ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ദൗത്യത്തിനു വേണ്ടിയുള്ള പുതുതായി രൂപം കൊണ്ട ബാംഗ്ലൂരിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി ചുമതല ഏറ്റെടുക്കുന്നത്. അവിടെ ഗഗൻയാൻ ദൗത്യത്തിനു വേണ്ടി ഒരു ആസ്ട്രോനോട്ട് ട്രെയിനിങ് സെൻറ്റർ തന്നെ, വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് 2022 VSSC ഡയറക്ടറായി തിരുവനന്തപുരത്ത് വരുന്നു. 2004 മുതൽ ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകുന്ന പേടകങ്ങളുടെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പ് റോൾ അദ്ദേഹത്തിൽ വന്നു ചേർന്നു. മനുഷ്യരെ വഹിച്ചുള്ള പേടകങ്ങളെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന എല്ലാ പ്രോജക്റ്റുകളിലും സുപ്രധാന പങ്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 2014 സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെൻറ്റ്, ക്രൂ മൊഡ്യൂൾ അറ്റ്മോസ്ഫിയറിക് റീഎൻട്രി എക്സ്പെരിമെൻറ്റ്, SRE കെയർ എന്നിവയുടെ പ്രോജക്റ്റ് പേലോഡ് ഡയറക്ടർ ആയി ആ ദൗത്യങ്ങളെല്ലാം വിജയത്തിലേക്ക് നയിച്ചു. ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിൻ്റെ ബഹിരാകാശ ദൗത്യത്തിനിടയിൽ എന്തെങ്കിലും അപകട സൂചന ലഭിച്ചാൽ ക്രൂകളെ തിരിച്ച് ഭൂമിയിൽ സേഫായി എത്തിക്കുന്നതിനുള്ള ക്രൂ എസ്കേപ്പ് സിസ്റ്റം CESൻ്റെ രൂപകൽപ്പനയിലും അതിൻ്റെ ആദ്യ മിഷൻ 2023 ടെസ്റ്റ് വെഹിക്കിൾ D1 എന്ന ആദ്യ മിഷൻ വിജയകരമായി നടത്തിയതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു. 2023 ചന്ദ്രയാൻ 3, ആദിത്യ L1 മിഷൻ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ RLVയുടെ ലെക്സ് 2 മിഷനുകളിലെല്ലാം VSSC ടീമിനെ നയിച്ച് സുപ്രധാനമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് ഉന്നത വിജയങ്ങൾ നേടിയതും മികവുറ്റ നേതൃത്വ പാഠവത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ ദേശീയ തലത്തിൽ ഉന്നതമായ പല അവാർഡുകളും നേടിയിട്ടുണ്ട്. 2014 ഇസ്രോ ടീം എക്സലൻസ് അവാർഡ്, 2018 ഇസ്രോ ഇൻഡിവിജ്വൽ എക്സലൻസ് അവാർഡ്, 2022 ആത്മനിർഭരത അവാർഡ്, പിന്നീട് നാഷണൽ സിസ്റ്റംസ് ഗോൾഡ് മെഡൽ എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം നാഷണൽ ലെവലിൽ പല പ്രൊഫഷണൽ ബോഡികളിലും അതുപോലെ റിവ്യൂ കമ്മിറ്റികളിലെല്ലാം പ്രധാന റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി ഫോർ എയ്റോസ്പേസ് ആൻഡ് റിലേറ്റഡ് മെക്കാനിസംസ് ഇൻസാമിൻ്റെ നാഷണൽ ഗവേണിംഗ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ധാരാളം പ്രബന്ധങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫൈനറ്റ് എലിമെൻ്റ് അനാലിസിസിനെ പറ്റി അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് രചിച്ചതിൻ്റെ ഓതറും കൂടിയാണ് അദ്ദേഹം. ടെക്നോ മാനേജീരിയൽ മികവിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു തികഞ്ഞ പ്രകൃതി സ്നേഹിയും സഹൃദയനും എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ശ്രീമതി ജയ നായർ VSSCയിലെ ഒരു സീനിയർ സയൻറ്റിസ്റ്റായിരുന്നു. ഇടക്ക് VRS എടുത്ത്
സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ 37 വർഷങ്ങളായി അദ്ദേഹത്തെ നേരിട്ട് അറിയുകയും അദ്ദേഹം നേതൃത്വം നൽകിയ പല പ്രോജക്റ്റുകളുടെയും ഭാഗമായിരുന്ന എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ വിജയങ്ങളുടെ എല്ലാം പുറകിൽ അദ്ദേഹത്തിൻ്റെ സമചിത്തതയോടെയുള്ള ജീവിത വീക്ഷണവും കാഴ്ചപ്പാടുകളും കഠിന പ്രയത്നവും തന്നെയാണെന്ന്. അദ്ദേഹത്തെ ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ഞാൻ ഒന്നുകൂടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Thank you, brother. We are indeed honored and privileged to have such an eminent personality with us this evening. I now invite Dr. S. Unnikrishnan Nair to deliver the Heartfulness talk on All About Balancing in Life, a Personal Perspective. എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. വളരെ ശുദ്ധമായ ഭാഷയിൽ, മലയാള ഭാഷയിൽ എന്നെക്കുറിച്ച് അതിരുകടന്ന് സംസാരിച്ച US സുബ്രഹ്മണ്യത്തിനും അതുപോലെ ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന അതിൻ്റെ എല്ലാ ഭാഗഭാക്കായി വന്നിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിനും എന്നെ ഈ പ്രഭാഷണത്തിന് വിളിച്ചതിന് നന്ദി പറയുന്നു. സാധാരണഗതിയിൽ സാങ്കേതിക ടെക്നിക്കൽ ടോക്കുകളാണ് നമുക്ക് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് ഈസ്റ്റർ ദിവസമാണ്, എല്ലാവർക്കും അറിയാം. ഈസ്റ്റർ ദിനം ലോകസമാധാനത്തിന് വേണ്ടി ക്രൂശിലേറ്റിയ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം കൂടിയാണ്. അങ്ങനെ ലോകത്തിലെ ഒരു നല്ല വിഭാഗം ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു സുദിനം കൂടിയാണ്. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടതല്ല, ഞാൻ തിരഞ്ഞെടുത്തതെന്ന് വേണേൽ പറയാം. ഓൾ അബൌട്ട് ബാലൻസിങ് ഇൻ ലൈഫ്. ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ആലോചിച്ചപ്പോഴാണ് ഞാൻ എത്രത്തോളം ബാലൻസ്ഡ് ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായത്. അപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ് ഫൗണ്ടേഷൻ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ ആദ്യം ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ സംസാരം ഹാർട്ട്ഫുൾനെസ്സിനെ കുറിച്ചല്ല. അത് ഞാൻ ഒന്നിനെ എൻഡോഴ്സ് ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊക്കെ നമ്മുടേതായ വഴികൾ കണ്ടുപിടിക്കുക, അതിൽ കൂടെ നമ്മുടെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതും നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട് വളരെ യുണീക്കായിട്ടുള്ള വ്യക്തിപരമായ അനുഭവം. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ തന്നെ എല്ലാവരും ജനിച്ചു വളർന്നാൽ തന്നെ ഒരേ അന്തരീക്ഷം, ഒരേ ചുറ്റുപാടാണെങ്കിൽ തന്നെ അവിടെയുള്ള ഓരോരുത്തരും അതിനോട് റിയാക്ട് ചെയ്യുന്നത്, അല്ല അതിൽ നിന്നും വിവരങ്ങൾ സ്വാംശീകരിക്കുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ ഭാവിയെ എങ്ങനെ കരുപ്പിടിപ്പിക്കുന്നത്, ഇതെല്ലാം വ്യത്യസ്തമാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരുടെ ആ സറൗണ്ടിങ്സിനെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ സയൻസിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സ്യൂഡോ സയൻസിനെ കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഇക്കാലത്ത് വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. കാരണം ഇന്നത്തെ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഭാഗങ്ങളെടുത്ത് അതൊരു ചർച്ചയ്ക്ക് വിഷയമാക്കാനും എനിക്ക് താല്പര്യമില്ല. ഇതൊരു സ്പിരിച്വൽ ഡിസ്കോഴ്സും അല്ല. കാരണം സ്പിരിച്വലി ഞാൻ അത്ര വലിയ അഡ്വാൻസ്ഡോ ഒന്നുമല്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അവർ ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ വന്ന് നമുക്ക് വഴികാട്ടികളാവും, അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വായിക്കും നമുക്ക് ധാരാളം അറിവുണ്ടാവും. അങ്ങനെ എന്നെയും ഇൻഫ്ലുവൻസ് ചെയ്ത് സ്വാധീനിച്ച പല വ്യക്തികളുമുണ്ട്. അതിൽ ഒരാളായിരുന്നു ജിദ്ദു കൃഷ്ണമൂർത്തി. നിങ്ങളിൽ പലർക്കും അറിയാം. അദ്ദേഹം 1986 ഈ ഹലോകവാസം വെടിഞ്ഞു. ഒരു ഇന്ത്യൻ സ്പിരിച്വൽ ലീഡറായിരുന്നു. അന്നത്തെ നമുക്കറിയാം ആനി ബെസൻറ്റ് അന്ന് തിയോസഫി അല്ലെങ്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വേൾഡ് ടീച്ചർ അല്ലെങ്കിൽ വേൾഡ് ടീച്ചറായിട്ട് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം നിരാകരിച്ചു. ഞാൻ ആരുടെയും ടീച്ചറല്ല. കാരണം പരിപൂർണമായ ആധ്യാത്മിക
ഒരു സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് അവിടെ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കൃത്യമായിട്ട് ടീച്ചിങ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പ്രത്യേക ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുകയാണ്, സന്തോഷം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ സ്റ്റേജ് ഫ്രൈറ്റ്, അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിങ്ങളതിനെ ഒന്ന് വെളിയിൽ നിന്നും നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നിന്നും അപ്രത്യക്ഷമാകും. അതായത് സന്തോഷം, നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് നോക്കുക നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചിരി നമുക്ക് അപ്രത്യക്ഷമാകും. ശരിയാണല്ലോ, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത്? ഇത് എന്നെ വളരെയധികം ബാധിച്ചു. എൻ്റെ പല മാനറിസങ്ങളും മാറ്റാനായിട്ട് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ വളരെ അധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ്റെ കൃതികൾ. കാരണം അദ്ദേഹം നമ്മളൊക്കെ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഭൂമിയിൽ നിന്ന് വിട്ടുപോയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃതികൾ അവൈലബിളാണ്. അതിനെക്കുറിച്ച് പിന്നെ പറയാം. പിന്നെ നമ്മളൊക്കെ ഇപ്പോഴത്തെ നിലയിൽ എത്തപ്പെടുന്നത് നമ്മുടെ ബാല്യകാലത്തിൻ്റെ ആ ചുറ്റുപാടുകളാണ്. നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മൾ പോയ സ്കൂളുകൾ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ. എൻ്റെ കുടുംബത്തിലെ ഒരു വളരെ റിലീജിയസ് ആയിട്ടുള്ള, വളരെ ഡീപ്പ് റിലീജിയസ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടായിരുന്നു. പ്രത്യേകിച്ചും അച്ഛൻ വളരെ വെളുപ്പിനെ എഴുന്നേൽക്കും, കുളത്തിൽ പോയി കുളിക്കും. അവിടെ വീടിന് ഭിത്തിയിൽ നിറച്ച് ദൈവങ്ങളെ വെച്ചിട്ടുണ്ട്, നമുക്ക് വേറെ അറിയാത്തതും അല്ലാത്തതും. അവിടെയൊക്കെ നിന്ന് വളരെ മിനിറ്റുകളോളം വളരെ ദീർഘമായ പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക എന്നൊരു സമ്പ്രദായം ഒന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അല്പം വലുതാണ്. 9 കുട്ടികളും അച്ഛനും അമ്മയും വലിയച്ഛനും ഒക്കെ അടങ്ങിയ ഒരു വലിയ കുടുംബം. അപ്പോൾ ഇത്രയും പേർ ഒന്നിച്ചിരുന്ന് വിളക്ക് കത്തിച്ച് വെച്ച് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് രാവിലെ ഇല്ല, വൈകിട്ടായി. അപ്പോൾ നമുക്കറിയാം, ഈ രാവിലെ സന്ധ്യകൾ എന്ന് പറയുന്നത് 3 സന്ധ്യകളുണ്ടെന്നറിയാം. രാവിലെ, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം, അതുപോലെ ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന സമയം. ഈ സന്ധ്യകൾ അല്ലെങ്കിൽ ഈ ട്രാൻസിഷൻസ് തീർച്ചയായിട്ടും ഇത്തരം ആധ്യാത്മിക കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ സമയങ്ങളിലാണ് ഒന്നുകിൽ നമുക്ക് പ്രാർത്ഥനകൾ, ദീപാരാധനകൾ, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുക. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന രാവിലെ വിളക്ക് കത്തിക്കുക, അതുപോലെ ആ വിളക്കിൽ നിന്നും തിരിയെടുത്ത് അടുപ്പിൽ കത്തിക്കുക, വൈകുന്നേരം തിരി കൊളുത്തുക. ഒരുപക്ഷെ അഗ്നി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം, അതായത് നമുക്കറിയാം പ്രപഞ്ചത്തിൽ സൂര്യൻ എന്ന് പറയുന്നത് സൗരയൂഥത്തിലെ എല്ലാ ജീവജാലങ്ങളുടെ ഊർജ്ജമാണ്. കാരണം ഇവിടെ നടക്കുന്ന ഫോട്ടോസിന്തസിസ്, നമുക്ക് ആവശ്യമായ ഊർജ്ജമെല്ലാം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് സാറ്റലൈറ്റ്സ്. നമ്മൾ അയക്കുന്ന എല്ലാ സാറ്റലൈറ്റ്സ്, ഭൂമിക്ക് ചുറ്റും അയക്കുന്നതായാലും അല്ലെ ദൂരോട്ട് പോകുന്ന സാറ്റലൈറ്റുകളായാലും സോളാർ പാനലിൽ നിന്നും ഉപയോഗിച്ച് സൂര്യനിൽ നിന്നും ഊർജ്ജം എടുത്തിട്ടാണ് ഈ സാറ്റലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജം സൂര്യനിൽ നിന്നും ഒരുപക്ഷെ സന്ധ്യയാവുമ്പോൾ ഈ വിളക്കിലേക്കെടുത്ത്, അല്ലെങ്കിൽ ഈ കത്തിച്ച് നിലവിളക്കിൽ കൂടെ ഒരു സൂര്യൻ്റെ ദർശനമാവാം കാണുന്നത്. അന്ന് രാത്രി മുഴുവൻ ആ വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം അന്ന് പ്രത്യേകിച്ച് വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, എവിടെയെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് വെക്കുക എന്നുള്ളത് വളരെ സർവ്വസാധാരണമായിരുന്നു. അങ്ങനെ അഗ്നി എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ ആ അഗ്നിയെ ആരാധിക്കുക എന്നുള്ളത് പല രീതിയിൽ നമ്മൾ രാമായണങ്ങളിലൊക്കെ അഗ്നിശുദ്ധി വരുത്തുക എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അഗ്നിയെ നമ്മൾ അങ്ങനെയാണ്, അഗ്നിയുടെ കഥ നിങ്ങൾ പലർക്കും അറിയാം. ഭൃഗുമുനി എങ്ങനെയാണ് അഗ്നിയെ ശപിച്ചതെന്നും, നീ എല്ലാം കഴിക്കുന്നവനാകട്ടെ ഓംനിവോറായി മാറട്ടെ എന്ന് ശപിക്കുന്നതും, പിന്നെ ബ്രഹ്മാവിടപെട്ട ശാപത്തെ അല്പം കൂടി ലഘൂകരിച്ച് നിൻ്റെ ഈ പറയുന്ന നിന്നാൽ ഭക്ഷിക്കപ്പെടുമ്പോൾ അവരെല്ലാം പ്യുവറായി മാറും എന്നുള്ള ഒരു ശാപമോക്ഷം കൊടുത്തു എന്നുള്ള കഥ നമുക്കറിയാം. കാരണം ഈ അഗ്നിക്ക് അതിൻ്റേതായ അതുപോലെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു കഴിവുണ്ട്. എന്തും അഗ്നിയിലിടുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ അഗ്നി ആണ് ഞങ്ങളുടെ റോക്കറ്റ് സയൻസിലൊക്കെ പലപ്പോഴും നമ്മൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പം പ്രൊപ്പൽഷൻ, സോളിഡ് പ്രൊപ്പൽഷൻ എടുത്താലും ലിക്വിഡ് പ്രൊപ്പൽഷൻ എടുത്താലും അതിൽ നടക്കുന്നത് ഈ ശക്തമായ, ഈ വളരെ തീവ്രമായ ഈ അഗ്നിയെ നിയന്ത്രിച്ച് നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള ഊർജ്ജമെടുക്കുക. ഇവൺ ഒരു കാറിൻ്റെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനായാലും
അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെ ഊർജ്ജ സ്രോതസ്, സൂര്യനാവാം, നക്ഷത്രങ്ങളല്ല, ഇവിടെ എല്ലാം നടക്കുന്നത് വളരെ ഭീകരമായ സ്ഫോടനങ്ങളാണ്. ഇവിടെ ഇതുപോലുള്ള ഈ അഗ്നിയുടെ പ്രസൻസ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കാണുകയാണ്. അങ്ങനെ തീർച്ചയായിട്ടും അഗ്നി എന്നുള്ളത് എന്നെ വളരെ ആകർഷിച്ച ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ദർശനമായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കുന്നുണ്ട്, ശരിക്കും അഗ്നിക്ക് വേണ്ടി ഒരു ക്ഷേത്രം വേണം. അവിടെ ഒരു ഉപദേവതകളും പാടില്ല. ഒരു ശ്രീകോവിലിനകത്ത് ഒരു വിളക്ക് മാത്രം കത്തിച്ചു വെക്കുക. അവിടെ നമ്മൾ ദക്ഷിണയായിട്ടൊന്നും സ്വീകരിക്കാൻ പാടില്ല. അവിടെ വരുന്നവർക്ക് അഗ്നിയെ വന്ന് വണങ്ങുക, പോവുക എന്ന് എൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഒരു കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാം. പിന്നെ ഈ സന്ധ്യകൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അതൊരു റോക്കറ്റ് അനാലജിയായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മളുടെ സിസ്റ്റത്തിൽ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ പരാജയപ്പെടുന്ന പലപ്പോഴും ഇത്തരം ട്രാൻസിഷൻസുകളാണ്. അത് ഹ്യൂമൻ ട്രാൻസിഷൻ ആവാം, അല്ലെങ്കിൽ ഒരു റോക്കറ്റിൻ്റെ സ്റ്റേജിങ് ട്രാൻസിഷൻ ആവാം, അല്ലെങ്കിൽ രണ്ട് ടെക്നോളജികൾ ചേരുന്നിടത്താവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സന്ധികൾ അല്ലെങ്കിൽ ജോയിൻസ്, ഈ പറയുന്ന സന്ധ്യകൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രത്തിലും. അവിടെയാണ് നമ്മൾ പലപ്പോഴും ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലയബിലിറ്റി ടീം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇത്തരം ഭാഗങ്ങളിൽ കൂടുതൽ ഫെയിലിയർ, കാരണം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നോക്കിയാൽ ഇത്തരം ഭാഗങ്ങളിലാണ് ഫെയിലിയർ വരുന്നത്. കാരണം രണ്ടുപേരുടെയും അറ്റൻഷൻ ഇല്ലാതായി പോവുക ആ സന്ധിയിൽ, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ യഥാർത്ഥത്തിൽ ഓവർലാപ്പ് ഉണ്ടെടുത്ത് രണ്ടുപേർ, ഒരാൾ വിചാരിക്കും മറ്റേയാൾ നോക്കിക്കോളാം, അല്ലയാൾ വിചാരിക്കും മറ്റേയാൾ അടുത്തയാൾ നോക്കിക്കോളാം. ഇങ്ങനെ വരുന്ന സന്ധികൾ ഈ പറയുന്ന എല്ലാ റോക്കറ്റ് ടെക്നോളജിയിലായാലും കൊള്ളാം, മനുഷ്യനെ വിടുന്ന ടെക്നോളജിയിലായാലും കൊള്ളാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ എല്ലാം വളരെ പ്രധാനമാണ്. അതുപോലെ ഈ വളരെ സുന്ദരകരമായിരുന്നു നമ്മുടെയൊക്കെ ബാല്യകാലത്ത്. നമുക്കറിയാം, മലയാളത്തിലെ ഓരോ മാസത്തിലും ഓരോ ആഘോഷമുണ്ട്. ചിങ്ങമാസത്തിൽ ഓണമുണ്ട്, ധനുമാസത്തിൽ തിരുവാതിരയുണ്ട്, കർക്കിടക മാസത്തിൽ വാവുബലി. കാരണം കർക്കിടകത്തിലാണ് കൂടുതലും അന്നത്തെ കാലത്ത് മരണങ്ങൾ നടന്നിരിക്കുന്നത്. കാരണം കർക്കിടകം എന്ന് പറയുമ്പോൾ അന്ന് മഴയാണ്, പഞ്ഞമാസമാണ്, ആൾക്കാർക്ക് രോഗങ്ങൾ വരാം. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ആരോഗ്യസുഖരമായിട്ട് വളരെ വീക്കായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായത്. കർക്കിടകത്തിലെ കറുത്ത വാവിന് എല്ലാ ആത്മാക്കളും ഭൂമിയിൽ വരുമെന്നും അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, വ്രതമെടുക്കുക, അവർക്ക് വേണ്ടി പ്രത്യേക ഭക്ഷണം ഒരുക്കുക എന്നുള്ളത്. അതുപോലെ ഈ കർക്കിടകത്തിലെ ഒരു പ്രധാന, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു രാമായണ പാരായണം. രാമായണം രാവിലെ മുതൽ 30 ദിവസം അല്ലെ 32 ദിവസം കൃത്യമായിട്ട് വൈകുന്നേരം അത്താഴത്തിന് ശേഷം അച്ഛൻ വായിക്കുക, അതിലെ ഭാഗങ്ങൾ കേൾക്കുക. അപ്പോൾ പലപ്പോഴും നമുക്ക് രാമായണത്തിലെ അർത്ഥങ്ങൾ മനസ്സിലാവണമെന്നില്ല, എങ്കിൽ തന്നെയും രാമായണ പാരായണം കൃത്യമായിട്ട് നടന്നിരിക്കും. പിൽക്കാലത്ത് ഇത്തരം അന്നത്തെ കാലത്തിൽ നമ്മളെ ബാധിക്കുന്നില്ലെങ്കിലും പിൽക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ നമ്മളെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അപ്പം നമ്മൾ പിൽക്കാലത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മളോട് തന്നെ, അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലുമൊക്കെ ചർച്ച നടത്തുമ്പോൾ, രാമൻ എന്തുകൊണ്ടാണ് സുഗ്രീവനുമായിട്ട് സന്ധി ചെയ്യാൻ പോയത്, എന്തുകൊണ്ട് ബാലിയുടെ അടുത്ത് പോയില്ല? കാരണം നിങ്ങൾക്കറിയാം, ബാലിയുടെ വാലിൽ രാവണൻ പെട്ട് സപ്തസമുദ്രങ്ങളിലും നിമഞ്ജനം നടത്തി രാവണൻ്റെ ജീവിതം വളരെയധികം ദുർഘടമാക്കിയൊരു സംഭവമുണ്ട്. ബാലി അത്രയ്ക്ക് പേടിയാണ്. ബാലിയുമായിട്ട് സന്ധി ചെയ്തു എന്നറിഞ്ഞിരുന്നെങ്കിൽ തന്നെ ഒരുപക്ഷെ സീതയെ രാവണൻ തിരിച്ചു കൊടുത്തേനെ. അപ്പോൾ ഇതുപോലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഇത്തരം പറയുന്ന രാമായണം പോലുള്ള പാരായണം നമുക്ക് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഒരു കാര്യവും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നും പ്ലാൻ ചെയ്ത് എല്ലാം അങ്ങ് സംഭവിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ പറയല്ലേ, നമ്മൾ താൻ പാതി ദൈവം പാതി. അതായത് നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കൺട്രോളിൽ എന്തുണ്ടോ അത് ചെയ്യുക, ബാക്കി അതിൻ്റെ ഫലമാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. ഒന്നിലും ഞാൻ പ്രത്യേകിച്ച് ഒരു താല്പര്യമെടുക്കുകയോ അല്ലെങ്കിൽ അതിങ്ങനെ തന്നെ നടത്തണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ പ്രീ ഡിഗ്രി പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ വെച്ചൊരു ചെറിയ പുസ്തകം, വിവേകാനന്ദൻ്റെ ചിക്കാഗോ അഡ്രസ് എന്നൊരു പുസ്തകം വാങ്ങിച്ചു. വളരെ 4-5 പേജ്. അന്ന് നമ്മൾ മലയാളം മീഡിയത്തിലാണ്, ഇംഗ്ലീഷിന് അത്ര വലിയ അവഗാഹമൊന്നുമില്ല. എങ്കിലും ആ പുസ്തകം വായിച്ചപ്പോൾ വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണല്ലോ അദ്ദേഹം പറയുന്നതല്ല. അപ്പോൾ അതിലെന്തോ നമുക്കൊരു പ്രത്യേകത തോന്നി. ഇതിൽ പറയുന്ന വളരെ സത്യങ്ങൾ വളരെ ഇലക്ട്രിഫയിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി.
അപ്പം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് വിവേകാനന്ദ സാഹിത്യ സർവസ്വം അല്ലെങ്കിൽ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ എന്ന പേരിൽ ഈ പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന്. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പം വളരെ സങ്കല്പം, അതാ ഞാൻ പറഞ്ഞ പലതും നമുക്ക് മനസ്സിൽ അങ്ങനെ സംഭവിക്കുകയാണ് നമുക്ക് വേണ്ടി. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിനടുത്ത് ഒരു ഓൾഡ് മാൻ, അതായത് കുടുംബമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹം യോഗ ക്ലാസ്സുകൾ നടത്തുന്നു. വിദ്യാർത്ഥികൾക്ക് വേണേൽ പോകാം. എന്നാലോചിക്കണം, ആ കാലഘട്ടത്തിലാണ് യോഗ അത്ര വലിയ പോപ്പുലറൊന്നും അല്ല ഇവിടെ. ഞങ്ങൾ കുറച്ച് പേര് കൂടി യോഗ പഠിക്കാൻ പോയി. യോഗ പഠിപ്പിക്കാൻ അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് യോഗ പഠിച്ച ആളാണ്. അപ്പം ഇങ്ങനെ യോഗയുടെ പല ബാലപാഠങ്ങളും പഠിപ്പിക്കുക. അതേ കാലഘട്ടത്തിൽ തന്നെ എനിക്കൊരു താല്പര്യം ഉണ്ടായി, എന്തുകൊണ്ട് കളരിപ്പയറ്റ് പഠിച്ചുകൂടാ. അപ്പോൾ ആ സമയത്ത് കുറച്ച് നാൾ കളരിപ്പയറ്റ് പഠിക്കാൻ പോയി. ഇപ്പോൾ ഇത് രണ്ടിലും വളരെയധികം സാമ്യം കാണാൻ പറ്റി. കാരണം യോഗയുടെ പല സ്റ്റെപ്പുകളും കളരിപ്പയറ്റിലുണ്ട്. ഒരുപക്ഷെ കളരിപ്പയറ്റ് യോഗയുടെ സ്റ്റെപ്പുകൾ വളരെ ഫാസ്റ്റായിട്ട് എടുക്കുന്നതാണ് പലതും. ഇപ്പം ഈ കളരി വണക്കം അല്ലെങ്കിൽ തറ തൊട്ട് തൊഴൽ ഇങ്ങനെ പറയുന്ന പല അതിലെ പോസ്റ്റേഴ്സും വളരെ സാവകാശം ചെയ്യുമ്പോൾ അത് എന്താ പറയുക, യോഗയായിട്ട് മാറും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഷാവലിൻ ടെമ്പിൾ പോലുള്ള മൂവി കാണുമ്പോൾ കാണാം ഗ്രേറ്റ് വാറിയേഴ്സ്, അവർ ശരിക്കും ഗ്രേറ്റ് മെഡിറ്റേറ്റേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ഗീത മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ ഫിസിക്കൽ എക്സർഷൻ അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ മൈൻഡിന് ഉള്ള ഈ യോഗ പോലെ ഇത് രണ്ടും കൂടെ നമ്മൾ കൃത്യമായിട്ട് സമ്മേളിക്കുമ്പോഴാണ് നമുക്കൊരു ടോട്ടൽ പേഴ്സണാലിറ്റി വരിക എന്നൊരു ചിന്ത എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഞാൻ പറയുന്നത് എപ്പോഴും എൻ്റെ അനുഭവങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ തോന്നി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, വളരെ എവിഡൻ്റ് അല്ലേ ആവാം. പക്ഷേ ഞാൻ കടന്നു പോകുന്ന, ഞാൻ തനിയെ പഠിച്ച അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണ് MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം കണ്ടശിയായിട്ട് കലാകുമതി വന്നത്. അന്നത്തെ നമ്പൂതിരിയുടെ വരയും വളരെ ഹൃദ്യമായിരുന്നു. കാലഘട്ടത്തിൽ നമ്മളിതിൻ്റെ ഓരോ പതിപ്പിനും വേണ്ടി കാത്തിരിക്കും. കാരണം അതിൽ കൂടെയാണ് ശരിക്കും നമ്മൾ അന്ന് വരെ നമ്മൾ മലയാള സിനിമയിലൊക്കെ കാണാം നസീറും അല്ലെങ്കിൽ ജോസ് പ്രകാശും ഒരു ഭാഗത്ത് മുഴുവൻ സത്യം, ഒരു ഭാഗത്ത് മുഴുവൻ ധർമ്മം, മറുഭാഗത്ത് മുഴുവൻ അധർമ്മം. ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് കൂടുതലും അന്നത്തെ കഥകൾ ചിത്രീകരിച്ചത്. പക്ഷേ MTയുടെ രണ്ടാമൂഴം മാത്രമല്ല, പല കൃതികളിൽ കൂടെയും നമ്മൾക്ക് കാണാൻ പറ്റി എല്ലാവരും ശരിയാണെന്നുള്ളൊരു അപ്രോച്ച്. അതായത് നായകനോ പ്രതിനായകനോ വില്ലനോ ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ ദൃഷ്ടിപഥത്തിൽ കൂടെ നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് ശരിയാണ്. അതൊരു എനിക്ക് തോന്നിയ വളരെ ഒരു റിവലേഷനായിട്ട് തോന്നി. കാരണം അല്ലെങ്കിൽ ഈ ലോകത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. ഒരാൾ വിചാരിക്കുക ഇതെല്ലാം സത്യമാണ്, വേറൊരാൾക്ക് അതൊരു അസത്യമായിട്ട് തോന്നുക. എല്ലാവരും അവരുടെ ഷൂസിൽ നോക്കുമ്പം അത് അവർ ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ ഈ രണ്ടാമൂഴത്തെക്കുറിച്ച് പറയാൻ കാര്യം അതിന് ശേഷം, അതായത് 90കളിൽ അമർത്യാനന്ദ എന്ന് പറയുന്ന സ്വാമി അർത്ഥവിരാമം എന്നൊരു പുസ്തകം എഴുതി. അതായത് എത്ര പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ അനുഭവ കഥയാണ് അർത്ഥവിരാമം. അതായത് അദ്ദേഹം സ്പിരിച്വൽ വേൾഡിലേക്ക് പോവുകയും ഒരു മിഷനിൽ ചേരുകയും കുറച്ച് നാളുകൾക്ക് അവിടെ പ്രവർത്തിച്ചതിന് ശേഷം അവിടെ തുടരാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം അത് വിട്ട് പുറത്ത് വന്ന് ഒരു ഗൃഹസ്ഥനായി താമസിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഭവം ആണ് ഈ അർത്ഥവിരാമം എന്ന് പറയുന്നത്. അതിനന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പേരിട്ടതും MT വാസുദേവൻ നായരാണ്. കാരണം സെമി കോളൻ, അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആ യാത്ര. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലെ ലൈഫ് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ താമസിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് വിവേകാനന്ദ കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ അന്ന് ശാസ്ത്രമംഗലത്ത് സനഡുവിൻ്റെ മുമ്പിൽ വിവേകാനന്ദ കേന്ദ്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഒരു കൊല്ലത്തോളം ഞാൻ അവിടെയായിരുന്നു. വിവേകാനന്ദ കേന്ദ്രത്തിൽ താമസിക്കുക, അവിടുത്തെ ഭജനയിൽ പങ്കെടുക്കുക, അവരുടെ ഡിസ്കോഴ്സുകളിൽ പങ്കെടുക്കുക. അങ്ങനെ ഒരു കാലം. ആ സമയത്ത് നമ്മൾ അന്നത്തെ പല പറയുന്ന ഈ സ്പിരിച്വൽ ലീഡേഴ്സിനെ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിക്കാനും. പക്ഷേ തീർച്ചയായിട്ടും നമുക്കൊരു ഗുരു വേണം. അത് എനിക്കും തോന്നുന്നു. ഓരോ വിഷയത്തിനും ഒരു ഗുരു വേണം, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ചേർന്ന് ഒരു ഗുരു വേണം. ഗുരു എന്ന് പറയുന്നത് നമ്മളിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഗുരുവിനെ കാണുമ്പം കാല് തൊട്ട് തൊഴടാ എന്ന് പറയാതെ നിങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ആദരവ് കൊണ്ട് നമ്മൾ സ്വയം കുനിഞ്ഞ് കാല് തൊടുന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഗുരുവായിരിക്കണം. അത്രത്തോളം ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്
അതത്ര അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ചില കാര്യത്തിൽ നമ്മൾ ഈ ഗുരുക്കന്മാരെ ഈ പറയുന്ന, എനിക്ക് ആൾക്കാരുടെ പേര് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം ഭിക്ഷയായിട്ടൊരു വലിയ വീടുകളിൽ ഭിക്ഷ തേടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ സ്വാമിമാരൊക്കെ ഭിക്ഷയ്ക്ക് പോകും. പക്ഷേ ഇപ്പോഴത്തെ പല രീതിയിലും സ്വാമിമാർ പോകുന്ന മെഴ്സിഡസ് ബെൻസിലൊക്കെ വലിയ റിച്ച് വീടുകളിലും അവർ ഭിക്ഷയ്ക്ക് പോകും. അവിടെ അദ്ദേഹത്തിൻ്റെ ഭിക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ വന്ന അദ്ദേഹം കഴിച്ച പാത്രത്തിലെ ആ ഉച്ഛിഷ്ടം അത് എടുത്തിട്ട് അദ്ദേഹം അറിയുന്നില്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞിട്ടുമില്ല, ആ ഉച്ഛിഷ്ടം ഷെയർ ചെയ്യാനായിട്ട് അവിടെ ഒരു വലിയൊരു തർക്കം. അതെനിക്ക് വേണം, അതെനിക്ക് വേണം, അതെനിക്ക് വേണം. ഇതാണ് ആചാരങ്ങളുടെ ഉത്ഭവം. അതായത് ഒരു വ്യക്തി, അദ്ദേഹത്തെ നമ്മൾ ഒരു രീതിയിലും പരീക്ഷിക്കുകയോ അദ്ദേഹം നമുക്ക് ചേർന്ന ഗുരുവാണെന്നോ നോക്കിയിട്ടില്ല. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളൊരു മീഡിയ വഴിയോ എങ്ങനെയെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വളരെ പ്രശസ്തമാണെന്നറിഞ്ഞാൽ നമ്മളതിൽ പരീക്ഷണത്തിന് മുതിരുള്ളൂ, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമുക്ക് തോന്നി എത്ര പെട്ടെന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ റിച്വലൈസ് ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്കറിയില്ല, നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു കഥയായിരിക്കും. ഒരു പൂജാരി പൂജ നടത്തിയ കഥ. അദ്ദേഹം പൂജ നടത്തുമ്പം, ഒരു സന്ധ്യാസമയത്ത് പൂജ നടത്തുമ്പോൾ ഒരു പൂച്ച വന്ന് ശല്യം ഉണ്ടാക്കും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പൂജ നടത്തുന്ന സമയത്ത് ചാക്കൽ കെട്ടി ഈ പൂച്ചയെ ഭിത്തിയിൽ തൂക്കിയിടും. എന്നിട്ട് പൂജ നടത്തും. അത് കഴിഞ്ഞിട്ട് പൂച്ചയെ അഴിച്ചുവിടും. അപ്പം കാലം കഴിഞ്ഞു, ഈ പൂജാരി മരിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത ജനറേഷനിലുള്ള പുത്രൻ ഇതുപോലെ പൂജ നടത്താനായിട്ട് എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി. അപ്പോൾ പുള്ളി പറഞ്ഞു, എല്ലാം റെഡിയാണ്, ഒരു പൂച്ചയും കൂടെ കിട്ടണം. ആ പൂച്ചയെ കെട്ടിത്തൂക്കിയാലേ ബാക്കി പൂജ നടത്തും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ജനറേഷൻ കൊണ്ട് ആചാരങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മൾ തീർച്ചയായിട്ടും ഗാഢരാവേണ്ടത് ഇതുപോലുള്ള ആചാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക എന്നുള്ളത്. ശരിക്കും ഗുരുദർശനം എന്നുള്ളത്, ഒരു ഗുരുവിനെ കിട്ടുക എന്നുള്ളത്, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എനിക്ക് വളരെ ഉത്കടമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സംസ്കൃതം പഠിക്കണം. അങ്ങനെ സംസ്കൃതം പഠിക്കാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇതുപോലെ നമ്മുടെ കിഴക്കേക്കോട്ടയിലെ പുത്തൻതെരുവിൽ പോയാൽ മതി, അവിടെ സംസ്കൃത പണ്ഡിതന്മാരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല. ആരും പറഞ്ഞു സംസ്കൃതം ഇല്ല, ഞാൻ വേണേൽ കർണാടക സംഗീതം പഠിപ്പിക്കാം, അല്ലെ മൃദംഗം പഠിപ്പിക്കാം. സംസ്കൃതം കാരണം പഠിപ്പിക്കുന്ന ആൾക്കാർ ഇല്ലാതായി തീർന്നു. അങ്ങനെ ഞാൻ നടന്ന് ഒരു അഗ്രഹാരത്തിലെത്തുമ്പം ഒരു 90 കഴിഞ്ഞ ഒരു വെരി ഓൾഡ് മാൻ, ഒരു കാവ്യം എടുത്ത്, ശരീരമൊക്കെ വാർദ്ധക്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു ഓൾഡ് മാനെ കണ്ടു. അദ്ദേഹമാണ് വന്ധ്യ വയോധികൻ. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇപ്പം തന്നെ തുടങ്ങാം. എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ ഒരു വളരെ പഴകിയ ഒരു പുസ്തകം, സംസ്കൃതത്തിൻ്റെ ഒരു പുസ്തകം, അതെടുത്തിട്ട് പുള്ളി വളരെ ശ്രദ്ധാപൂർവമാണ് തുറക്കുന്നത്. അതിൻ്റെ പേജുകളൊക്കെ ഒടിഞ്ഞു പോകും. പുള്ളി പറയും, ഇതിൻ്റെ പ്രിൻ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല, ബോംബെയിലെങ്ങാനും പഴയ ബുക്കുകൾ വിൽക്കുന്ന കടയിൽ നോക്കിയാൽ കിട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹം സംസ്കൃതത്തിൻ്റെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നോട്ട് പോലും എഴുതിയെടുക്കണ്ട. അന്ന് അക്ഷരം എന്നുള്ളതിനെക്കുറിച്ച് ആ മുതൽ ക്ഷ വരെയുള്ള വർണ്ണങ്ങളാണ് അക്ഷരം. ഇങ്ങനെ ഓരോ കാര്യവും സംസ്കൃതത്തിൽ പറഞ്ഞെന്ന് ഞാനങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫീസ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഗുരുവിനെ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നോടൊപ്പം ഒരു വിജ്ഞാനം ഇല്ലാതാകുക, ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് മരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. എനിക്കിതിനു വേണ്ടിയിട്ട് ഒരു ഫീസും വേണ്ട, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഇതുപോലെയുള്ള അംശങ്ങളാണ് യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരെ നമ്മൾ കാണേണ്ടത്. നമ്മളിൽ കുറച്ച് പേരെങ്കിലും എനിക്കറിയാം, അല്ലെങ്കിൽ ഈ ഒ.വി. വിജയൻ്റെ ഗുരുസാഗരം എന്നൊരു നോവലുണ്ട്, അറിയാം, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിൽ കുഞ്ഞുണ്ണിയുടെ കഥയാണ്. തൂതപ്പുഴയുടെ തീരത്തൂണ് നടക്കുന്ന കുഞ്ഞുണ്ണി. ഒരവസരത്തിൽ അദ്ദേഹം പുല്ലിലും ഉറുമ്പിലും മരത്തിലും എല്ലായിടത്തും ഗുരുക്കന്മാരെ ദർശിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണുകളും കാതുകളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും തുറന്നു വെച്ചാൽ നിങ്ങളിൽ എല്ലാവരിലും, കുട്ടികളിലും എല്ലാവരിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണും. ഇങ്ങനെ ഒരു വിശ്വഗുരുദർശനം നടത്തുന്ന ഒരു കൃതിയാണ് ഈ ഗുരുസാഗരം. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഗുരു വേണം. പക്ഷേ ആ ഗുരുവിനെ നമ്മൾ പരീക്ഷിച്ചറിയണം. ഞങ്ങളൊരിക്കൽ, ഞാനും നമ്മുടെ പ്രശസ്ത എഴുത്തുകാരൻ ജെയിംസ്, ഞങ്ങൾ കോളേജിൽ പഠിച്ചോട്ട് ജോയിൻ ചെയ്ത കാലത്ത് ഞങ്ങളൊരു യാത്ര പോയി, മൂകാംബികയിൽ. അന്ന് ഞങ്ങളൊക്കെ പോകുന്ന കാവ്യവസ്ത്രമാണ് കംപ്ലീറ്റ്. കാരണം അതുപോലെ നമുക്ക് ഇതിനോട് അത്ര വലിയ ആഭിമുഖ്യമാണ്. അങ്ങനെ ഗുരുവായൂരിൽ സ്റ്റേ ചെയ്തു.
അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചു ചിത്രമൂലയിൽ പോയിട്ട് സൗപർണികയുടെ ഉത്ഭവം കാണാം. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ചിത്രമൂലയിൽ പോയി. അപ്പോൾ ആ സൗപർണിക ഇറ്റിറ്റ് വീഴുന്ന ആ ചെറിയൊരു ഗുഹ, അവിടെ ഒരു സ്വാമി ഇരിക്കുന്നു, താടിയൊക്കെ വെച്ച് ഇരിക്കുന്നു. അദ്ദേഹം മലയാളിയാണ്. അപ്പോൾ അത് അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുള്ളിയുടെ ഒരു കോൺട്രാക്ടറായിരുന്നു പൂർവ്വ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവാശ്രമത്തിൽ. അപ്പോൾ ഇഷ്ടംപോലെ പൈസയെല്ലാം പിള്ളേരെയൊക്കെ കല്യാണമൊക്കെ കഴിപ്പിച്ചു. എല്ലാം കഴിഞ്ഞു, പ്രാരാബ്ദങ്ങളൊക്കെ തീർത്തപ്പോൾ ഇതുപോലെ ആത്മീയമായിട്ടൊരു ഉന്നമനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. പൈസയും വേണ്ട, ഒന്നും വേണ്ട, ഇവിടെ വന്നിരുന്ന് തപസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ചാക്ക് പോക്കി കാണിക്കുകയാണ്. അത് നിറച്ച് നോട്ടുകളാണ്. പുള്ളി പറഞ്ഞു ഞാനിവിടെ വന്നിരുന്നാലും പൈസ എന്നെ തേടി വരിക, ഇവിടെ നിങ്ങളെപ്പോലെ വരുന്നവർ ഇവിടെ പൈസ ഇട്ടിട്ട് പോകും, അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ എടുത്തോളാൻ പറഞ്ഞ് കുറച്ച് കാശ് ഒരു കുത്തുവാരി ഞങ്ങളുടെ കയ്യിലേക്ക് വന്നു. അപ്പം ഞാനൊരു ശരിക്കും ഇതുപോലുള്ള ആൾക്കാർ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. യഥാർത്ഥത്തിൽ ഇവർക്ക് വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. ഇവരെയൊക്കെ നമ്മൾ പോയി കാണേണ്ടിയിരിക്കുന്നു. എല്ലാം മീഡിയ വഴി വരുന്നവരായിരിക്കുകയല്ല യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുന്നവർ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അപ്പം നമുക്കൊരു ചോദ്യമുണ്ട്, ഇതിൽ തപസ് ചെയ്യാനായിട്ട് കാട്ടിപ്പോണോ, അതോ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടെ ഇപ്പം നമുക്കറിയാം പുരാണങ്ങളിൽ ഇപ്പം ജനക മഹാരാജാവ്, രാജർഷി എന്നാണ് പറയുന്നത്. അദ്ദേഹം മഹാരാജാവാണ്, സീതയുടെ വളർത്തച്ഛനാണ്. പക്ഷേ കാട്ടിൽ വലിയ വലിയ മുനീശ്വരന്മാർക്ക് സംശയമുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അടുത്ത ജനറേഷനെ പഠിപ്പിക്കാനായിട്ട് വിടുന്നത് ജനക മഹാരാജാവിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ അദ്ദേഹം കർമ്മങ്ങൾ കൊണ്ടൊരു തികച്ചും കർമ്മയോഗിയാണ്. എങ്ങനെയാണ് ഡിറ്റാച്ച്ഡായിട്ട് ഭൂമിയിൽ ജീവിച്ച് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ ഈശ്വരപദത്തിലെത്താമെന്ന് കാണിച്ചൊരു ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹം. അപ്പം നമുക്ക് ഇതുപോലുള്ള കഥകൾക്കൊക്കെ തോന്നുന്നു നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ശരിക്കും ഇതുപോലെ ഒഴിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ആ ഒരു യഥാർത്ഥ അർത്ഥത്തിലെടുത്താൽ എങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നുകൂടാ? നിങ്ങൾക്ക് മഹാഭാരതത്തിലെ ഈ വ്യാധഗീത ഒരു ഭാഗമുണ്ട്, എനിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനകത്ത് ഒരു സന്യാസിയും ഒരു കശാപ്പുകാരനും ഒരു ഹൗസ് വൈഫും ഉള്ള കഥ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. അതായത് ഒരു സന്യാസി ഇതുപോലെ കാട്ടിൽ തപസ് ചെയ്തു, വളരെയധികം ശക്തി ആർജിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മരത്തിൽ ഒരു കൊക്കും ഒരു കാക്കയും കൂടെ തമ്മിൽ ചെറിയ ഫൈറ്റുണ്ടായി. ഒരു ചെറിയ ചുള്ളിക്കൊമ്പൊടിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ വീണു. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ശക്തമായ ദേഷ്യം വന്ന് മേലോട്ട് നോക്കി ഈ പക്ഷികളെ ദഹിപ്പിച്ചു എന്നാണ് കഥ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഗ്രാമത്തിലിറങ്ങി ഇവരിടയ്ക്ക് ഭിക്ഷാന്തേഹികളായിട്ട് പോയിട്ടൊരു വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ സ്ത്രീ വെളിയിൽ നിന്ന് അദ്ദേഹം ഭിക്ഷാന്തേഹി എന്ന് പറയുമ്പം അദ്ദേഹം പറഞ്ഞു, ആ ലേഡി അല്ലെങ്കിൽ ആ ഹൗസ് വൈഫ് പറഞ്ഞു ഞാനിവിടെ എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ചു എൻ്റെ മനഃശക്തി ഇവർക്കറിയാൻ മേല, എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് വിചാരിച്ചപ്പം അകത്തുനിന്ന് ആ സ്ത്രീ പറഞ്ഞു താങ്കൾ അല്പം അവിടെ വെയിറ്റ് ചെയ്യൂ, കാരണം ഞാൻ കാട്ടിലെ കാക്കയോ കൊക്കോ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം അത്ഭുതം തോന്നി. ഇതെങ്ങനെയാണ് ഇവരിതറിഞ്ഞത്? അപ്പോൾ അദ്ദേഹം കാത്ത് അവിടെ നിൽക്കുകയും അവർ വന്നപ്പോൾ അവരോട് ചോദിച്ചു ഈ സംഭവം ഞാൻ മാത്രമേ അറിഞ്ഞു, നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയുകയാണ് എനിക്കറിയില്ല, ഞാൻ എൻ്റെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് അസൈൻഡ് ആയിട്ടുള്ള കർമ്മമുണ്ട്. ഇത് കൂടുതൽ അറിയണമെങ്കിൽ ആ ജംഗ്ഷനിലൊരു കശാപ്പുകാരനുണ്ട്, അവിടെ പോയി പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഇതുപോലെ കാസ്റ്റോ റിലീജിയനോ ഇല്ലാതെ ഏത് ലെവലിൽ പോയിട്ടും ആൾക്കാർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഒരു ചാനലുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ പിൽക്കാലത്ത് കാണുന്ന ചാതുർവർണ്ണ്യം വന്നു, അതെങ്ങനെ വന്നു, അതെങ്ങനെ മനുഷ്യനെ ഡിവൈഡ് ചെയ്തു എന്നുള്ളതൊക്കെ ഒരുപക്ഷെ കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ആദ്യകാലത്ത് തുടങ്ങിയപ്പം വളരെ വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു അന്നത്തെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ISROയിൽ ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഞങ്ങളും കുറച്ച് പേര് ഇതുപോലെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കർമ്മയോഗികളൊന്നും അല്ലായിരിക്കാം, പക്ഷേ കിട്ടിയ ടാസ്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എത്രത്തോളം നമ്മുടെ സോഷ്യൽ ലൈഫ് ബാലൻസ്ഡ് ആണ് എന്ന് നോക്കുമ്പം തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അവരവർക്ക് കഴിവുള്ള പല മേഖലകളുണ്ട്. ഈ ജോലി എന്നുള്ള ഒരു ഭാഗം മാത്രമാണ്. നമുക്കറിയാം ചൈനീസ് ഫിലോസഫിയിൽ ഇൻ യാങ് എന്നൊരു സങ്കല്പമുണ്ട്. അതായത് പോസിറ്റീവ്, നെഗറ്റീവ്, ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്, സോറോ, ഹാപ്പിനെസ്, അതായത് ഒബ്വേഴ്സ് ആൻഡ് റിവേഴ്സ് എല്ലാം കോ എക്സിസ്റ്റ് ചെയ്യണം. ഒരു സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേതുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ നമ്മളെങ്ങനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെ ബാലൻസ് ചെയ്യാം.
നല്ലതും ചീത്തയും എങ്ങനെ ബാലൻസ് ചെയ്യാം, സമാധാനവും യുദ്ധവും സമാധാനവും, ഇതൊരു തരം ബാലൻസിങ് ആണ്. ഇതിനെന്തെങ്കിലും കുറുക്കുവഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറുക്കുവഴികളൊന്നുമില്ല. നമ്മളുടേതായ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുക, നമുക്ക് തോന്നുക നമ്മൾ പീസാണ്. യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഹാപ്പിനെസ് നമ്മളിപ്പോൾ അങ്ങ് ഡിസൈഡ് ചെയ്യുകയാണ് ഞാൻ ഇന്ന് മുതൽ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ആർക്കും നിങ്ങളുടെ ഹാപ്പിനെസ് എടുത്ത് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മൈൻഡിൻ്റെ പവർ അത്രത്തോളം ശക്തമാണെന്നുള്ളത് എല്ലാ കൾട്ടും സമ്മതിക്കുന്നതാണ്. ബോഡി അതുപോലെ തന്നെ മൈൻഡ്. നമുക്കറിയാം അമീർ ഖാൻ്റെ സിനിമ താരേ സമീൻ പർ, അതിനകത്തൊരു സീനുണ്ട്. അതായത് സോളമൻ ഐലൻഡ്സിലെ ട്രൈബൽസ് അവരെങ്ങനെയാണ് മരം മുറിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ മരം മുറിക്കാറില്ല. അവിടെയുള്ള ട്രൈബൽസ് മരത്തിൻ്റെ ചുറ്റും പോയിരുന്നതിനെ ശപിക്കുകയാണ്. ആ മരത്തെ ശപിച്ച് ഒരാഴ്ച കൊണ്ട് ആ മരത്തിന് തോന്നുകയാണ് ഞാൻ വർത്തി ഓഫ് ലിവിങ് എല്ലാം തോന്നി ആ മരം തനിയെ കരിഞ്ഞ് അതിനെ വെട്ടിമാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാചകവും മറ്റുള്ളവരിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, പ്രത്യേകിച്ചും ഒരു കുടുംബത്തിൽ ജനിച്ച് ഒരു കുട്ടി യഥാർത്ഥത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നല്ല, അവൻ്റെ ചുറ്റുമുള്ള എൻവറോൺമെൻറ്റ്, പേരൻസ്, ബന്ധുക്കൾ, അവനോട് അല്ലെങ്കിൽ അവളോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ കോൺഫിഡൻസ് കൊടുക്കുന്നു, അതാണ് ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. അതുപോലെ നമ്മളോടൊക്കെ ആൾക്കാർ പറയും റിട്ടയർമെൻ്റ് ആയില്ലേ, 60 വയസ്സായില്ലേ. ഞാൻ ആലോചിക്കും, ഞാനെപ്പോഴും എന്നെ സംബന്ധിച്ചുള്ള ലൈഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂ ആണ്. ഇവിടെ റിട്ടയർമെൻറ്റ് എന്നുള്ളൊരു കോർപ്പറേറ്റ് ഇൻവെൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് പൈസ തരാതെ പറഞ്ഞു വിടുക. അപ്പോൾ നിങ്ങൾ 60 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്കൊരു തോന്നൽ നമ്മളൊക്കെ പ്രായമായവരാണ്. ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് എന്ന് പറയുന്നത് എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലം നമ്മൾ ഒരു കണ്ടിന്യൂ ആയിട്ട് ജീവിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്വാണ്ടം ടെക്നോളജി പോലും പറയുന്നത് ഈ മരണം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മൾ പുനർജന്മത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ മരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോയിട്ട് വേറൊരു ലോകത്ത്, കാരണം ഈ വേൾഡ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനിലാണ്. നമുക്ക് മൈക്രോസ്കോപ്പിക് വേൾഡ്, അതായത് അറ്റോമിക് ലോകം, ചെറിയ ലോകവും അതുപോലെ മാക്രോസ്കോപ്പിക് യൂണിവേഴ്സ് എന്നുള്ളത്, ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ കുറച്ചാണ്. മനുഷ്യൻ പോയിരിക്കുന്നത് ചന്ദ്രൻ വരെയാണ്. മനുഷ്യൻ അയച്ച ഉപഗ്രഹം പോയിരിക്കുന്നത് ഏതാണ്ട് 0.001 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഈ പ്രപഞ്ച നിഗൂഢതകൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പറയുകയാണ് ലൈഫ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ വേറൊരു ലോകത്തിലേക്കുള്ള ജനനമായിരിക്കാം. ക്വാണ്ടം ടെക്നോളജിയുടെ ഇപ്പോഴത്തെ ക്വാണ്ടം ടെക്നോളജിയുടെ തന്നെ ഒരു ഹൈപ്പോത്തിസിസാണ്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരം വീക്കാവും. പക്ഷേ നമുക്ക് അക്വയർ എന്നൊരു സാധനമുണ്ട്, വിസ്ഡം എന്ന് പറയുന്ന വിജ്ഞാനം എന്ന് പറയുന്ന സാധനമുണ്ട്. ആ വിസ്ഡവും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോൺസ്റ്റൻ്റാണ്. നമ്മളിപ്പോൾ 60 വയസ്സാകുമ്പം 60 വയസ്സായതിൻ്റെ വിജ്ഞാനം അല്ലെങ്കിൽ ആ വിസ്ഡം ആരോഗ്യപരമായിട്ട് പുറകോട്ടായിരിക്കാം. പക്ഷേ നമ്മൾ അക്വയർ ചെയ്യുന്നത് വിസ്ഡമാണ്. നമ്മൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഒരുപക്ഷെ കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്ന അവസാന കാലങ്ങളിൽ പഠിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് പഠിക്കുമ്പം നമ്മുടെ ട്രഡീഷണൽ മഗ്ഗിങ് അപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് മഗപ്പ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു കഴിവ് നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാം എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംശയീകരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ചില ഏടുകളാണ്. ഒരുപക്ഷെ അത് ഏച്ച് കെട്ടിയ പോലെ ഇരിക്കാം, കാരണം അത് ബുള്ളറ്റിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു ക്രോഡീകരിച്ചൊരു പ്രഭാഷണം പോലെയെല്ലാം പറഞ്ഞ്. എന്നാലും എനിക്ക് വന്നത് നമുക്ക് നമ്മുടെ മനസ്സോ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരം ആത്മാവ് ഇതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെല്ലാം അംഗീകരിക്കുന്നുണ്ട്, നമുക്ക് ശരീരമുണ്ട്, നമുക്കുള്ളിലും മനസ്സുമുണ്ട്. ഇതിനെ രണ്ടിനെയും നമുക്ക് തീർച്ചയായിട്ടും ഇതിന് രണ്ടിനും എക്സസൈസ് ആവശ്യമാണ്. എങ്ങനെയാണോ ശരീരത്തിന് എക്സസൈസ് വേണ്ടത് മനസ്സിനും എക്സസൈസ് വേണം. മനസ്സിനെടുക്കുന്ന എക്സസൈസ് നിങ്ങളുടെ പ്രേയേഴ്സ് ആവാം, യോഗയാവാം, അല്ലെങ്കിൽ ഹാർട്ട് മൈൻഡ്ഫുൾനെസ് ആവാം, ആർട്ട് ഓഫ് ലിവിങ് ആവാം, എന്താണോ. തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ, അതായത് ഹെൽത്തി ബോഡി ഇൻ എ ഹെൽത്തി മൈൻഡ്, ദാറ്റ് ഓൺലി മേക്സ് എ പെർഫെക്റ്റ് പേഴ്സൺ. ഇതാണ് ഞാൻ പഠിച്ചൊരു കാര്യം. ഞാൻ അതിൽ അച്ചീവ് ചെയ്തോയെന്ന് ചോദിച്ചാൽ അച്ചീവ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ തീർച്ചയായിട്ടും. രണ്ടാമത്തെ എൻജിനീയറിങ്ങിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു തഗൂച്ചി പ്രിൻസിപ്പിൾ. അതായത് തഗൂച്ചി പ്രിൻസിപ്പിൾ സിമ്പിൾ ടൈംസിൽ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു ഫ്രിഡ്ജുണ്ട്, ആ ഫ്രിഡ്ജിനകത്തൊരു ടെമ്പറേച്ചർ സെൻസറുണ്ട്. ആ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ആക്യുറസി 0.1 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അതായത്
0.1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആക്യുറസിയിലാണ് അത് മെഷർ ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു ഫ്രിഡ്ജിനകത്ത് ടെമ്പറേച്ചർ അത്ര ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു തഗൂച്ചി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക പാരാമീറ്റേഴ്സ്, അതിൻ്റെ ടോളറൻസ് എവിടെയൊക്കെ വൈഡൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ സെൻസർ, ഇലക്ട്രോണിക്സ് അതെല്ലാം ചീപ്പാവും, കോസ്റ്റ് കുറയും, റിയലൈസ് ചെയ്യാം ഫാസ്റ്റ്, യു ക്യാൻ റിയലൈസ് ഇറ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്കും ഉണ്ട് ഒരു ടോളറൻസ് ബാൻഡ്, പ്രത്യേകിച്ച് ഒരു എമോഷണൽ ടോളറൻസ് ബാൻഡ്. അത് കഴിയുമെങ്കിൽ അതൊക്കെ ഒന്ന് വൈഡൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ടോളറൻസ് വൈഡനിങ്ങിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ആൾക്കാരെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മനുഷ്യരെല്ലാവരും ഈ ഒരു കണ്ണാടിയിലെ പ്രതിബിംബം പോലെയാണ്. അപ്പം നമ്മളൊരു കണ്ണാടി നോക്കി ചിരിച്ചാൽ ആ പ്രതിബിംബം ചിരിക്കും, നമ്മൾ കരഞ്ഞാൽ ആ പ്രതിബിംബം കരയും, നമ്മൾ ദേഷ്യപ്പെട്ടാൽ പ്രതിബിംബം ദേഷ്യപ്പെടും. അപ്പം നമ്മൾ എന്താണോ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അത് തന്നെയാണ് നമ്മൾ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അല്പം നമ്മുടെ ഫീലിങ്സിൻ്റെ ടോളറൻസ് ബാൻഡ് കൂട്ടുകയും നമ്മളുടെ മുഖത്തൊരു പ്ലസൻനെസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമുക്ക് സമാധാനത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അതുപോലെ വളരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ രോഗമൊക്കെ പറ്റുമ്പോൾ ബോഡി വിൽ സ്ട്രഗിൾ ടു സർവൈവ്. മരുന്ന് കൊടുക്കുകയോ സർജറിയൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ ബോഡി ഈ സ്ട്രഗിളിങ് ടു സർവൈവ്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഒരു ഓൾഡ് ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മരുന്നുകൾ വളരെ സ്ലോ ആണ്, ബോഡിക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതായത് അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം വി ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഷെഡ് അവർ ബോഡി. ആ മരണത്തെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും അത് വരാൻ പോവാണ്. അറ്റ് എനി ടൈം നമ്മൾ പറയണം നമ്മുടെ ഈ ശരീരം നമ്മളിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. വി മേ ഗോ ഇൻ ടു എ ഡിഫറെൻറ്റ് വേൾഡ്, ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. മാധവൻ നായർ സാർ പണ്ട് കുട്ടികളോട് ചോദിച്ചു എപ്പോഴാണ് ലോകം അവസാനിക്കണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, നിങ്ങൾ വെൻ ഐ ഡൈ ദ വേൾഡ് എൻഡ്സ്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ലോകം അവസാനിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വേൾഡ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന പോലെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന അറിവ് കൂടെയാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. അതുകൊണ്ട് എനിക്ക് ഇത് വളരെ സുദീർഘമായിട്ട് പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ ഈ 60 വർഷത്തെ ഞാൻ പഠിക്കാൻ ശ്രമിച്ച പാഠങ്ങൾ. എനിക്ക് ഐ ആം ഷുവർ നിങ്ങൾ ഓരോരുത്തർക്കും ഇതിനോട് അംഗീകരിക്കണം എന്നില്ല, പക്ഷേ ഒരുപക്ഷെ നിങ്ങളിത് കൂടുതൽ അറിവുള്ളവരായിരിക്കാം. ഏതായാലും ഇങ്ങനെ ഒരു സായാഹ്നത്തിൽ, പ്രത്യേകിച്ചും ഇത്രയും ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷനിൽ ഇതുപോലെ വളരെ ശ്രദ്ധിച്ചിരുന്ന ഈ കാര്യങ്ങൾ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ആരോഗ്യവും മനസ്സിനും ശരീരത്തിനും സന്തോഷം അതുപോലെ സമാധാനവും ഉള്ള വർഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഈ ഫൗണ്ടേഷനോട് പ്രത്യേക നന്ദി പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. My sincere thanks for the exceptional talk, sir. സാറിൻ്റെ അനുഭവവും ഗുരുവിനെ കണ്ടപ്പോൾ അനുഭവിച്ച ആ ഒരു ആനന്ദവും എല്ലാവർക്കും ഹൃദ്യമായി എന്ന് വിചാരിക്കുന്നു. Thank you once again, sir, for sharing your knowledge and enlightening us. I now request Shri Chandrasekharan, sir, to honor the chief guest by presenting a book. Chandrasekharan, sir, is a center coordinator. ഒരു മഹാമേരു, അത്യപൂർവമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭ, അറിവിൻ്റെ ഭണ്ഡാകാരം, ആധ്യാത്മികതയും ഭൗതികയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സഹജമാർഗ പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ നടപ്പിലാക്കുന്ന ഒരു എഴുതുവര്യനായിട്ട് ഞാൻ നമ്മുടെ ഈ പ്രഭാഷകനെ ഒട്ടും തന്നെ അതിശയോക്തിപരമല്ലാത്ത രീതിയിൽ കാണുകയാണ്. അത് സത്യവുമാണ്. ഒരു യോഗിവര്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊടാൻ അദ്ദേഹം തോന്നിയതുപോലെ ഈ എളിയവന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിക്കാൻ തോന്നുകയാണ്. ഒരു കുടുംബം, അച്ഛൻ, അമ്മ എങ്ങനെ ഭാവി തലമുറയെ നേരായ രീതിയിൽ വളർത്തുന്നു എന്നുള്ളതിന് മകുടോദാഹരണമാണ് ഈ വൈക്കത്തിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു.
എനിക്ക് 2 വാക്ക് പറയാനുള്ളത്, ലോകത്തെ ഏറ്റവും വലിയ ആധ്യാത്മിക ഓർഗനൈസേഷൻ ശ്രീരാമചന്ദ്ര മിഷൻ, ശ്രീരാമചന്ദ്ര മിഷൻ്റെ സാധന സഹജമാർഗത്തിൻ്റെ അപ്രോച്ച് ഹാർട്ട്ഫുൾനെസ്, ഹൃദയനിർഭരമായ സമീപനം. അതിൽ പ്രാധാന്യമുള്ളത് ഗുരുവിനാണ്. ഈ സിസ്റ്റത്തിൽ ഗുരുവിനെ മാസ്റ്റർ എന്ന് വിളിക്കുന്നു. മാസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർവചനമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദോസ് ഹൂ മാസ്റ്റേർഡ് ഹിംസെൽഫ് ഈസ് എ മാസ്റ്റർ. മാസ്റ്ററുടെ പടം വെച്ച് പൂജിക്കുക, അദ്ദേഹത്തിന് സംഭാവനകൾ കൊടുക്കുക, അതൊന്നും തന്നെ ഇല്ല. മാസ്റ്റർ നമ്മളോട് പറയുന്നത് പോലെ ജീവിക്കുക. ഒരു പക്ഷിക്ക് 2 ചിറകുകൾ ആവശ്യമാണ് എന്നതുപോലെ മനുഷ്യർക്കും ആധ്യാത്മികതയും ഭൗതികതയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്നവരാരും സന്യാസം സ്വീകരിക്കാറില്ല. സന്യസിക്കാൻ പോയ ആളുകൾ തന്നെ തിരിച്ച്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്, സെമിക്കോളൻ എന്ന ബുക്ക് വന്നതുപോലെ മടങ്ങി വന്ന ചരിത്രവുമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ മാസ്റ്റർ കമലേഷ് ഡി പട്ടേൽ എന്ന് പറയുന്നത്. അദ്ദേഹം സന്യസിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ തന്നെ ഉള്ള ഒരു വലിയൊരു സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം ഉപദേശിച്ചു, എൻ്റെ മകനെ നീ തിരിച്ചു പോകൂ, ഞാൻ തന്നെ ഇപ്പോൾ എങ്ങനെയാണ് എന്നെനിക്കറിയില്ല, ഇപ്പം ഞാൻ വൃദ്ധനായി, ഈ സിസ്റ്റത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ എന്നെ വീട്ടുകാർ സ്വീകരിക്കത്തില്ല, സമൂഹം സ്വീകരിക്കില്ല, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, ഇതിലൂടെ നിനക്ക് ഒരു മോചനവും ലഭിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ സന്യാസം ഒന്നിന് അതിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല, ഈ സിസ്റ്റത്തിൽ ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പോൾ മാസ്റ്റർ പറയുന്നു, ഞങ്ങളത് നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പഴയ ആധ്യാത്മിക ഓർഗനൈസേഷനാണ് ശ്രീരാമചന്ദ്ര മിഷൻ. ഈ ശ്രീരാമചന്ദ്ര മിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധാപൂർവം ശ്രവിച്ചു, അതിലെത്രമാത്രം നമ്മളത് ആയിത്തീർന്നു. ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ സ്വാനുഭവത്തിൽ നിന്ന് പറയാം, അറിവായി നമ്മൾ ഓരോരുത്തരും മാറണം. അറിവിൻ്റെ ഭണ്ഡാകാരം ചുമന്നുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഇൻ്റലക്ച്വൽ എക്സർസൈസിന് വേണ്ടി വിനിയോഗിക്കാതെ നമ്മൾ എന്ത് മനസ്സിലാക്കിയോ അതായി മാറുക എന്നത് ഗുരുവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങളിവിടെ ഇരിക്കുന്ന പലരും മറ്റ് പല വഴികളും തേടിപ്പോയിട്ട് അവസാനം ഇവിടെ വന്നിട്ടുള്ളവരാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രഭാഷണം കേൾക്കുവാൻ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. ഇതിൻ്റെ ഈ പ്രഭാഷണം അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തും. മലയാളികളുള്ളവരുള്ളിടത്തൊക്കെ ഇതറിയും. ഈ സിസ്റ്റത്തിൻ്റെ ആദ്യ ഗുരുക്കന്മാരിൽ ഒരാൾ വിവേകാനന്ദ സ്വാമിയാണ്. ഇന്ന് ഞങ്ങൾക്കൊരു വിസ്പർ കിട്ടി. വിസ്പർ എന്ന് പറഞ്ഞാൽ ഈ സയൻറ്റിസ്റ്റുകളും എൻജിനീയേഴ്സും ഒക്കെ ഉള്ള ഒരു വേദിയിൽ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫെയ്ത്ത്, അക്സെപ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ബ്രൈറ്റർ മൈൻഡ്, ധന്യമായ ആത്മാക്കൾ ഇവിടം വിട്ടു പോകുമ്പോൾ അവർ വസിക്കുന്നൊരു സ്ഥലമാണ് ബ്രൈറ്റർ മൈൻഡ് എന്ന് പറയുന്നത്, ബ്രൈറ്റർ വേൾഡ്. ഈ കാണിക്കുന്ന സ്റ്റാച്യുവിൽ കാണിക്കുന്ന അദ്ദേഹം ബാബുജി എന്ന് പറയുന്ന ശ്രീരാമചന്ദ്ര, അദ്ദേഹം എല്ലാ ദിവസവും ഈ ലോകത്തുള്ള എല്ലാവർക്കും ചില ഉപദേശങ്ങൾ നൽകാറുണ്ട്. അത് ചെയ്യരുത് എന്നുള്ളതല്ല, ഫാക്റ്റ്. അത് ഇന്നത്തെ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം തന്ന ആ ഒരു വെളിപ്പെടുത്തലിൽ അത് ഹെലൻ പെരറ്റ് എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായിരുന്നു, നിവേദിതയുടെ ഇപ്പോഴത്തെ പേരായിരുന്നു സിസ്റ്റർ ഹെലൻ പെരറ്റ്. അവർക്കത് ലഭിക്കുകയും അത് ഞങ്ങളുടെ മാസ്റ്റർക്ക് ലഭിക്കുകയും അതൊരു പ്രോസസ്സാണ്. അത് പറയണം ഉദ്ദേശിച്ചതല്ല, സാന്ദർഭമായിട്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ സാറ് പറഞ്ഞ പോലെ മറ്റൊരു ലോകം, കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്നേരുന്ന സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം പൂർണ്ണമായും ഈ സിസ്റ്റം ആധ്യാത്മികതയിൽ അടിയുറച്ചൊരു സിസ്റ്റമാണ്. ഭൗതികമായ നേട്ടങ്ങൾ അതിലൂടെ കൈവരിക്കുമെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള സിസ്റ്റമാണ്.
ഞങ്ങളുടെ ഇപ്പോഴത്തെ മാസ്റ്റർ എന്നെ വലിയൊരു ഫാർമസിസ്റ്റ് കമ്പനികളുടെ ഒരുപാട് ഫാർമസി കമ്പനികൾ അമേരിക്കയിലും ന്യൂയോർക്കിലും ഒക്കെയുള്ള വലിയൊരു ബിസിനസ് ടൈക്കൂണാണ്. അദ്ദേഹമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ആധ്യാത്മികതയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മഹത്തായ ഒരു പ്രസ്ഥാനം, അതിൽ ഞങ്ങളെ അഭിസംബോധന ചെയ്ത് ഉത്ബുദ്ധരാക്കാൻ വേണ്ടി വന്ന ഉണ്ണികൃഷ്ണൻ സാറിനോടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും നിശ്ചയവുമായ നന്ദി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നന്ദി നന്ദി നന്ദി. വീണ്ടും ഞങ്ങൾ ക്ഷണിക്കും. സാറ് വീണ്ടും വരണം. അദ്ദേഹത്തിൻ്റെ ആ അനുഭവങ്ങൾ കൂടുതൽ കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യോഗ, കളരിപ്പയറ്റ്, സംസ്കൃതം, എന്തെന്നൊക്കെയാണിത്. അതോടൊപ്പം തന്നെ സൂര്യനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ, പുതിയൊരു ക്ഷേത്രം തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറയും. എന്തൊരു വലിയൊരു ഉദാത്തമായ ഭാവനയും ചിന്തയുമാണ്. അദ്ദേഹം ഒരു ഋഷീശ്വരനായിട്ട് ഞാൻ കാണുകയാണ്. ആധുനിക ലോകത്തിലെ ഒരു ഋഷിയായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹം ഞങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൽ വളരെ നന്ദിയുണ്ട്. Heartfulness Essay Event is a flagship event of Sri Ramachandra Mission, launched globally in collaboration with UNESCO and Mahatma Gandhi Institute of Education for Peace and Sustainable Development. I request the chief guest of today's function, Dr. S. Unnikrishnan Nair, to give away the prizes to the winners. We have Anupriya TV, who won the first place in category 2, Malayalam. Category 2 is age between 19 and 25. She is unable to come. Her teacher, Dr. Jubina Begum, will kindly receive the prize. Thank you, sir. And we have Aba Ben, who secured the 4th place in category 2. The topic for the essay was technology helps in preserving information. Generational connections help us in preserving wisdom. Congratulations to both the winners. Thank you, sir. I now invite Dr. Krishnadasan to extend the vote of thanks. Good evening, everybody. The Vision 2024 of Heartfulness Institute Trivandrum has been initiated with this memorable and thought-provoking talk by Dr. Unnikrishnan Nair, who is Director of VSSC and the Director of prestigious Space Academic Institution IIST, Trivandrum. All about balancing in life, a personal perspective. എത്ര ഗാഠമായിട്ടാണ് അദ്ദേഹം അതിനെപ്പറ്റി സംസാരിച്ചത്. അത് ഈ അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല. ചന്ദ്ര സാർ പറഞ്ഞ പോലെ അദ്ദേഹം എനിക്ക് വളരെ എടുത്തു പറയാൻ തോന്നിയ 1-2 കാര്യങ്ങൾ. കാല് തൊട്ട് തൊഴരുത് എന്ന് പറയുന്ന ഒരു ഗുരുവാണ് ശരിയായ ഗുരു. കാല് തൊട്ട് തൊഴണം എന്ന് പറയുന്നിടത്ത് ഒരു ലഘുത്വം വരുന്നു. അത് എത്ര ശരിയാണത്. നമുക്കെല്ലാം തോന്നുന്നതാണ്. നമുക്ക് ഹാർട്ട്ഫുൾനെസ് ഉള്ളവർക്ക് അത് മനസ്സിലാവും. നമ്മുടെ ഗുരുക്കന്മാർ അത് അരുത് എന്ന് പറയുമ്പോൾ എന്നിട്ട് പോലും കാല് തൊട്ട് തൊഴാനുള്ള അത്രയും ആചാരങ്ങളാൽ അത്രയും മാനസികമായി അടിമപ്പെട്ടിട്ടുള്ള പലരും ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. കാല് തൊട്ട് തൊഴരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യും എന്ന് പറയുന്നവരുണ്ട്. ഇതിൻ്റെ ഗുരുസാഗരം എന്ന പുസ്തകത്തിനെ പറ്റി പറഞ്ഞത് സമപ്രായക്കാരായതുകൊണ്ടായിരിക്കാം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായരുടെ കൂടെ തന്നെ ഞാനും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 35-36 വർഷത്തിൻ്റെ സുബ്രഹ്മണ്യം പറഞ്ഞ പോലെ ഒന്നിച്ചുള്ള ജോലി ചെയ്യലിൽ ഈ ഒരു 35-36 വർഷം ഒന്നിച്ച് ജോലി ചെയ്തപ്പോൾ ചില അവസരങ്ങളിലൊക്കെ നമ്മളിതിനെപ്പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. ഇത് കഥകളി എല്ലാം തന്നെ നമ്മുടെ സംസാര വിഷയങ്ങളായിരുന്നു. ഗുരുസാഗരത്തിൽ
ഒ വിജയൻ പറയുന്ന പോലെ ചുറ്റുപാടും ഗുരുക്കന്മാരെ കാണാനുള്ള ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട്, അങ്ങനെയുള്ള ഒരു കണ്ണുള്ളവൻ തീർച്ചയായും ഒരു ഗുരുവിനെ, ശരിയായ ഗുരുവിനെ കണ്ടെത്തും എന്നുള്ളതാണ്. നമുക്കറിയാം, ചന്ദ്രയാൻ 3 മിഷന് ശേഷം ഇന്ത്യൻ സമൂഹത്തിന് ISRO കുറേയധികം താരങ്ങളെ സമൂഹത്തിനായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വിടുതൽ വയ്യാത്തൊരു മാന്യ വ്യക്തിയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. കാരണം അദ്ദേഹം കഴിഞ്ഞ ആഴ്ച നമുക്ക് സമയം തന്നിരുന്നെങ്കിലും അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ശരിയായൊരു കാരണവും ഉണ്ടായിരുന്നു. കാരണം അതാണ്, ഭാഗ്യമാണ് നമുക്ക് ഇന്ന് അദ്ദേഹത്തെ കിട്ടിയത്. ഇനി ഇറ്റ് ഹാസ് ബിക്കം ഹിസ്റ്ററി ഓഫ് അവർ ട്രിവാൻഡ്രം ചാപ്റ്റർ. On behalf of each of us and the Heartfulness Institute, I extend my gratitude to Dr. Unnikrishnan Nair for readily accepting our invitation, even amidst the busy official and social commitments, and delivering this memorable lecture. Thank you, sir. On behalf of Heartfulness Institute, I thank Brother Dr. Ashok, Associate Director of VSSC, and previous Associate Directors and Group Directors of VSSC. If I start naming, it will be time consuming, that's why. And many senior scientists here who are all present. I thank every one of you for accepting our invitation and listening to this grand talk. Brother Prashant and his team, and of course Brother Rangayan, has been instrumental in facilitating the whole program. Sparing their efforts, the program could not have been possible. I thank Bindu Verma for conducting the program. Thanks are due to Sister Jayashree DK, who will conduct the relaxation and the meditation session immediately. I take this opportunity to thank each one of you who are present here for making the event successful and hearty. As Dr. APJ Abdul Kalam had put it, let today's event ignite the minds and community of each of the community related to us. Each and everyone here will have their own circles. Let this ignite, that this talk at least initiate something other than pure technical. We are all, many of us are having analytical minds, but it requires a balance with the spiritual mind. Let us start it now. Thank you very much. I now invite Sister Jayashree to conduct a meditation session. Sister Jayashree will take you through a relaxation process and give you a beautiful experience of heartfulness meditation. It's over to Sister Jayashree. You, Bindu. എല്ലാവർക്കും നമസ്തേ. വിശിഷ്ടാതി നമസ്തേ. എനിക്ക് തോന്നുന്നു ഇനി ധ്യാനത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതായിട്ടില്ല. ആധ്യാത്മികതയുടെ എല്ലാ വശങ്ങളും സാർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ എസെൻസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ധ്യാനം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അതും സാർ ഇവിടെ പറഞ്ഞു, അതൊരു എക്സസൈസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിലൂടെ നമുക്ക് ആന്തരികമായിട്ടുള്ളൊരു നിശ്ചലത സൃഷ്ടിക്കാനായിട്ട് സാധിക്കും, ഒരു ഇന്നർ പോസ്. നമുക്ക് എന്തൊരു ഡിസിഷൻ എടുക്കണമെങ്കിലും നമ്മളൊരു ഇന്നർ പോസ് എടുക്കാറുണ്ടല്ലേ. ശരിയായ തീരുമാനം വേണമെങ്കിൽ ആ ഒരു ഇന്നർ പോസ് എടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇന്നർ പോസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൃഷ്ടിക്കാൻ സാധിക്കും. പ്രത്യേക ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ മനസ്സ് ഒരിക്കലും അസ്വസ്ഥമാകാതെ അതിനെ ഓവർകം ചെയ്ത് വളരെ സന്തുലിതമായ അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി ആ തീരുമാനം എടുക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്സിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടും.
അപ്പോൾ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ടിലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടും ഹൃദയം വളരെയധികം പ്രാധാന്യമുണ്ട്. ഹൃദയം എന്ന് പറയുന്നത് അനുഭൂതിയുടെ ഒരു തലമാണ്. നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഹൃദയത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഹൃദയം ഹാർട്ട്ഫുൾനെസ്സിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാവരും ചിന്തിക്കും ധ്യാനം എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണെന്ന്. കോൺസെൻട്രേഷൻ അല്ല, ഒരു എഫേർട്ട്ലെസ് ഫോക്കസാണ് കൊടുക്കേണ്ടത്. ആ ഹൃദയത്തിൻ്റെ ആ ഭാഗത്ത് ഒരു എഫേർട്ട്ലെസ് ഫോക്കസ് കൊടുത്ത് വളരെ ഫ്രീ ആയിട്ടിരിക്കുക. സ്വാഭാവികമായിട്ട് എന്താണോ സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. അതിന് നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി ഒരു വിശിഷ്ട അതിഥിയെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ആ ഒരു മനോഭാവം നമ്മളിൽ കൊണ്ടുവരണം. അങ്ങനെ ആ ഒരു മനോഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സാക്ഷിഭാവത്തിൽ ആ ധ്യാനത്തിലിരിക്കണം. എന്താണോ ചിന്തകൾ വരുന്നത് അതിനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അത് വന്നിട്ട് പൊയ്ക്കോട്ടെ, ലെറ്റ് ദം ഗോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അഥവാ ചിന്തകൾ വന്നാൽ അതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ഞാൻ ധ്യാനിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തി തിരിച്ചു വീണ്ടും ആ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു ഫിസിക്കൽ ആ ഒരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാനസികമായ ഫിറ്റ്നസ്സും നമുക്ക് കിട്ടും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ ജീവിതം സക്സസ് ആക്കാൻ പറ്റും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു സെറ്റിൽമെൻറ്റ്, ആ ഒരു സന്തുലിതമായ അവസ്ഥയിലേക്ക് വരുന്നതിന് ആദ്യം ശരീരത്തെ സ്വസ്ഥമാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു റിലാക്സേഷൻ പ്രോസസ്സ് നമുക്ക് ആദ്യം ചെയ്ത് പിന്നെ പതുക്കെ ഹൃദയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന് ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സുണ്ട് എന്നൊരു സങ്കല്പം കൊടുത്ത് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നു. കണ്ണുകൾ തുറക്കാൻ പറയുന്നത് വരെ അങ്ങനെ തന്നെ ഒരു സാക്ഷിഭാവത്തിൽ ഇരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഫ്രീ ആയിട്ടിരിക്കുക. ശ്വാസം സാവധാനം ഒന്നകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം സാവധാനം ഒന്നകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. ഒന്നുകൂടി ശ്വാസം സാവധാനം ഒന്നകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. ഇനി കാലിലെ തള്ളവിരലുകളൊന്ന് അനക്കി അവ സ്വസ്ഥമാക്കുക. കാൽപാദങ്ങൾ, കണങ്കാലുകൾ ഇവയെല്ലാം റിലാക്സ് ആകുന്നു. ഭൂമി മാതാവിൽ നിന്നും ഒരു ഹീലിംഗ് എനർജി കാലുകളിലൂടെ, കാൽമുട്ടുകളിലൂടെ മുകളിലേക്ക് കടന്ന് കാലുകൾ റിലാക്സ് ആകുന്നു. ഈ ഊർജം വീണ്ടും മുകളിലേക്ക് പ്രവേശിച്ച് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ആകുന്നു. റിലാക്സിങ് യുവർ ലോവർ ലെഗ്സ്, അപ്പർ ലെഗ്സ്. ഇപ്പോൾ കാലുകൾ പൂർണ്ണമായും റിലാക്സ് ആകുന്നു. ഈ ഊർജം വീണ്ടും മുകളിലേക്ക് പ്രവേശിച്ച് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ആകുന്നു.
ഇടുപ്പ്, ഉദരഭാഗം, അരക്കെട്ട് ഇവയെല്ലാം സ്വസ്ഥമാകുന്നു. Give attention to your back. Upper back, lower back പൂർണ്ണമായും റിലാക്സ് ആകുന്നു. ഇനി 2 തോളുകളും റിലാക്സ് ആകുന്നു. തോളുകൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നതായി അനുഭവിക്കുക. കൈപ്പത്തികളുടെ മുകൾ ഭാഗം സ്വസ്ഥമാകുന്നു. കൈമുട്ടുകൾക്ക് മുകളിലും താഴെയുമുള്ള എല്ലാ മാംസപേശികളും റിലാക്സ് ആകുന്നു. ഇപ്പോൾ കൈകൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലെത്തിയിരിക്കുന്നു. ചെസ്റ്റ് ഏരിയ പൂർണ്ണമായും റിലാക്സ് ആകുന്നു. കഴുത്തിലെ പേശികൾ അയഞ്ഞയഞ്ഞ് സ്വസ്ഥമാകുന്നു. മുഖത്തേക്ക് ശ്രദ്ധിക്കുക. താടിയെല്ലുകൾ, വായ, മൂക്ക്, കണ്ണുകൾ, കാതുകൾ, നെറ്റിത്തടം, അവിടെ നിന്ന് മുകളിലേക്ക് ശിരസിൻ്റെ അഗ്രം വരെ പൂർണ്ണമായും റിലാക്സ് ആകുന്നു. ഇപ്പോൾ തലയുടെ മുകൾ ഭാഗം മുതൽ കാൽവിരൽ തുമ്പ് വരെ പൂർണ്ണമായും റിലാക്സ് ആകുന്നു. മനസ്സ് സ്വസ്ഥമാകുന്നു. അവിടെ തങ്ങിയിട്ടുള്ള എല്ലാ പിരിമുറുക്കങ്ങളും വിട്ടുപോയി മനസ്സ് പൂർണ്ണമായും റിലാക്സ് ആകുന്നു. വളരെ സാവധാനം കണ്ണുകൾ തുറക്കാം.